സിനിമയുടെ നഷ്ടക്കണക്കുകൾ വീണ്ടും പുറത്തുവിട്ട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത 17 ചിത്രങ്ങളിൽ 11 നഷ്ടം. 1.5 കോടിയിലധികം മുടക്കിയ ലവ് ഡേയിൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, സിനിമാ മേഖലയിൽ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പല നിർമ്മാതാക്കൾക്കും നേരിടേണ്ടി വന്നത് വലിയ വിവാദമായ മറുപ്രസ്താവനകളായിരുന്നു. പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെയാണ് ഈ നഷ്ടത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത 17 ചിത്രങ്ങളിൽ 11 നഷ്ടം എന്ന് തന്നെയാണ് കണക്കുകൾ കാണിക്കുന്നത്. വലിയ കോടികൾ മുടക്കുമ്പോൾ ലഭിക്കുന്നത് 4-1 5-1 മാത്രമാണ് തിരികെ എന്നുള്ളതുമാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇത്തരത്തിൽ ഓരോ മാസത്തെയും കണക്കുകൾ പുറത്തുവിടാൻ ഒരുങ്ങിയത്. അതനുസരിച്ച് ജനുവരി മുതൽ എല്ലാ മാസത്തെയും കണക്കുകൾ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ ചെലവുകൾ ഉൾപ്പെടെയുള്ള കണക്കുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരുന്നു. ഫെബ്രുവരിയിൽ ഏതാണ്ട് 17 ചിത്രങ്ങൾ റിലീസ് ചെയ്തതിൽ 11 നഷ്ടത്തിലാണ് കലാശിച്ചതെന്ന് സംഘടന പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 1.5 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച ലവ് ഡേൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് വെറും 10,000 രൂപ മാത്രമാണ്. മുടക്കുമുതലിന് അടുത്തെത്തിയത് കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന ചിത്രം മാത്രമാണ്. ചെലവിട്ടത് ഏതാണ്ട് 75 കോടി രൂപയാണെങ്കിൽ തിരികെ ലഭിച്ചത് 23 കോടി രൂപ, 55 ലക്ഷം മാത്രം എന്നും നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. ജനുവരിയിലും ഏതാണ്ട് സമാനമായ നഷ്ടമാണ് മലയാള സിനിമാ നിർമ്മാണ മേഖലയിൽ സംഭവിച്ചത്. 28 ചിത്രങ്ങൾ റിലീസ് ചെയ്ത ജനുവരിയിൽ രേഖാചിത്രം എന്ന ഒരൊറ്റ ചിത്രം മാത്രമാണ് മുടക്കുമുതലിന് അടുത്തെങ്കിലും എത്താനായത് എന്നും നേരത്തെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 2024 സിനിമാ നിർമ്മാണ മേഖലയിൽ ഉണ്ടായ നഷ്ടം ചൂണ്ടിക്കാട്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകളിൽ ഏതാണ്ട് 700 കോടിയോളം രൂപ ആണ് സിനിമാ വ്യാവസായിക നഷ്ടമായി ചൂണ്ടിക്കാട്ടിയത്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ സിനിമാ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജൂൺ 1 മുതൽ ഒരു സമരം തന്നെ സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളുടെ യോഗം പ്രഖ്യാപിച്ചത്. ഇതിന്റെ കാരണമായി അന്ന് ചൂണ്ടിക്കാട്ടിയത് അഭിനേതാക്കളുടെ പ്രതിഫലത്തിലുണ്ടായ ഗണ്യമായ വർധനയും ഒപ്പം തന്നെ GSTക്കൊപ്പമുള്ള വിനോദ നികുതി കുറയ്ക്കാത്ത സർക്കാർ നിലപാടുമാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒപ്പം തന്നെ ഫിലിം ചേംബർ അടക്കമുള്ള മറ്റു സംഘടനകളും മുന്നോട്ട് വെച്ച പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഓരോ മാസത്തെയും സിനിമ നിർമ്മാണ ചെലവുകൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ എത്രമാത്രം നഷ്ടമാണ് ഈ മേഖലയിൽ ഓരോ മാസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കണക്കുകൾ പുറത്തുവിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.